ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശ് ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണം പിടിച്ചു കഴിഞ്ഞു. തെലങ്കാന, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസ് തമിഴ്നാട്ടിൽ TVKയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ഈ മുൻതൂക്കം ഇനി കളഞ്ഞു കുളിക്കാൻ സാധിക്കില്ലെന്ന് ഉറക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി. ഉത്തരേന്ത്യയിൽ BJP പശ്ചിമബംഗാളും ബീഹാറും അടക്കം പിടിച്ചെടുത്തതോടെ കോൺഗ്രസ് പൂർണ്ണമായും അരികുവൽക്കരിക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. അതിന് ആദ്യം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ളത് കർണാടകയിലെ ഭരണമാറ്റമാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിച്ചതോടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും സിദ്ധരാമയ്യയെ ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മുൻപൊപ്പിട്ട കരാർ പ്രകാരം മുഖ്യമന്ത്രി പദവി DK ശിവകുമാറിന് കൈമാറണമെന്ന നിർദ്ദേശം നൽകുവാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ഇനി വെറും 2 വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ കാലയളവിൽ കർണാടക DK ശിവകുമാറിനെ ഏൽപ്പിച്ചാൽ അത് വലിയ മൈലേജ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് നൽകുമെന്നായിരുന്നു മുൻ ധാരണ. എന്നാൽ അധികാരത്തിലേറി 3 വർഷമായിട്ടും ഈ ധാരണ നടപ്പിലാക്കാതെ വന്നതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സിദ്ധരാമയ്യയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ക്ഷമിക്കാനാകില്ലെന്നും രാജിവെക്കണമെന്നുമുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ഏറെ സമാനതകളുണ്ട് കന്നഡ രാഷ്ട്രീയത്തിന്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി നിലനിന്നിരുന്ന സംഭവവികാസങ്ങളുടെ തനിപ്പകർപ്പാണ് കർണാടകയിൽ വർഷങ്ങൾക്ക് മുൻപ് നടമാടിയത്. കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ച കൊടുമ്പിരി കൊണ്ട സമയത്ത് കർണാടകയെ മാതൃകയാക്കണമെന്നായിരുന്നു KC വേണുഗോപാൽ അനുകൂലപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. MLA-മാരുടെ നിലപാട് നോക്കിയായിരുന്നു കർണാടകയിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ VD സതീശൻ കോൺഗ്രസ് പ്രവർത്തകരെ എങ്ങനെയാണോ നയിച്ചത്, അതിന് സമാനമായിരുന്നു കർണാടകയിലെ DK ശിവകുമാറിന്റെ പ്രകടനം. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചതും മികച്ച വിജയം നേടാൻ വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയതും DK ആയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ 136 MLA-മാരിൽ 100 പേരും പിന്തുണച്ചത് സിദ്ധരാമയ്യയെയാണ്. കർണാടക കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ്, ദളിത് നേതാവ് തുടങ്ങി നിരവധി ഘടകങ്ങൾ സിദ്ധരാമയ്യയ്ക്ക് അനുകൂലമായിരുന്നു. DK ശിവകുമാറോ സിദ്ധരാമയ്യയോ എന്ന ചോദ്യം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ടേം വ്യവസ്ഥയിൽ ഇരുവരും മുഖ്യമന്ത്രിമാരാകട്ടെ എന്ന ധാരണയുണ്ടാകുന്നത്. 2.5 വർഷം സിദ്ധരാമയ്യയും അടുത്ത 2.5 വർഷം DK ശിവകുമാറും മുഖ്യമന്ത്രിമാരാകട്ടെ എന്ന ധാരണയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് DK പക്ഷം അവകാശപ്പെടുന്നത്. ഈ ധാരണ പ്രകാരം കഴിഞ്ഞ വർഷം നവംബറോടെ സിദ്ധരാമയ്യയുടെ 2.5 വർഷം പൂർത്തിയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം DKയ്ക്ക് നൽകുന്നത് സംബന്ധിച്ച് യാതൊരു നീക്കുപോക്കും ഉണ്ടായില്ല. ഇതോടെ DK ക്യാമ്പ് അസ്വസ്ഥമാവുകയായിരുന്നു. സിദ്ധരാമയ്യ സ്ഥാനം ഒഴിഞ്ഞ് ഏറ്റവും ജനകീയനായ DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരും ചില MLA-മാരും ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇരു നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സിദ്ധരാമയ്യ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. DK ശിവകുമാർ രാവിലെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ വെച്ച് ആദ്യ റൗണ്ട് ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും ഇവിടേക്ക് വന്ന് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സിദ്ധരാമയ്യയോട് സ്ഥാനം ഒഴിയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർണാടകയിൽ BJPയെ കോൺഗ്രസ് തൂത്തെറിഞ്ഞപ്പോൾ അതിന് നെടുനായകത്വം വഹിച്ചത് DK ശിവകുമാർ ആയിരുന്നു. ആ DK മുഖ്യമന്ത്രി പദവിയിലെത്താൻ കാത്തിരിക്കുകയാണ് അണികൾ. ആ കാത്തിരിപ്പുകൾക്ക് കൂടിയാണ് അന്ത്യമാകുന്നത്. DK മുഖ്യമന്ത്രിയാകുമെന്ന് ഇക്കുറി ഉറപ്പിക്കാം. 2023 മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിലേറിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് 2.5 വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ ധാരണയില്ലെന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത്. നേരത്തെ സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. അത് വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് അറിയിച്ച് ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധിയിലൂടെ തന്നെ DK ശിവകുമാർ അർഹതപ്പെട്ട പദവിയിലേക്ക് നടന്നെടുക്കുകയാണെന്നതാണ് വാസ്തവം.